നിങ്ങൾക്ക് നമസ്കാരം. സുനിൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ് ഈസ് മീ സുനിൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുനിൽ ടോക്സ്. ഇന്നത്തെ വീഡിയോ ഫിജിക്കാർട്ടിനെ കുറിച്ചുള്ളതാണ്. ഫിജിക്കാർട്ട് എന്ന് കേൾക്കുമ്പോൾ ഇത് തട്ടിപ്പാണെന്ന് പറയുന്നവർ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഫിജിക്കാർട്ട് ബിസിനസ്സും ജോബും തമ്മിലുള്ള ഒരു 9ഓളം പോയിന്റുകളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ബോബി ചെമ്മണ്ണൂർ ആരംഭിച്ചിട്ടുള്ള ഒരു ഷോപ്പ് ആണ് ഫിജിക്കാർട്ട്.com. ഇവിടെ നിന്നും ആർക്ക് വേണമെങ്കിലും ഓൺലൈൻ ആയോ ഓഫ്ലൈൻ ആയോ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എന്നാൽ നിശ്ചിത സെയിൽസ് വോളിയത്തിന് ഉൽപ്പന്നം വാങ്ങുന്നവർക്ക് ബിസിനസ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു. ഒരു ചെറിയ പർച്ചേസിലൂടെ വലിയ ബിസിനസ് അവസരം ലഭിക്കുന്നു. ഇനി ജോലിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ജോലി മോശമായ കാര്യം ആണോ? ഒരിക്കലും അല്ല. ജീവിക്കുന്നതിന് വരുമാനം കൂടിയേ തീരൂ. അതിനുവേണ്ടി മാന്യമായ ഏത് പ്രവൃത്തിയിലൂടെയും പണം സമ്പാദിക്കാം. അതിനുവേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു വരുമാന മാർഗമാണ് ജോലി. അതായത് നമുക്ക് വരുമാനം കിട്ടുന്നതിന് വേണ്ടി മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്ന പ്രവൃത്തിയാണ് ജോലി. ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. ജോലി നേടുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ യോഗ്യത കിട്ടുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് പഠിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. എന്നാൽ പഠിച്ച് നല്ല ക്വാളിഫിക്കേഷൻ നേടുന്ന എല്ലാവർക്കും ജോലി ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ വളരെ കുറഞ്ഞ തുച്ഛമായ ശമ്പളത്തിൽ ആണ് ജോലി കിട്ടുന്നത് എന്നതാണ് ഏറ്റവും വലിയ പോരായ്മയായിട്ടുള്ളത്. അതിനാലാണ് ഫിജിക്കാർട്ട്.com എന്ന ബിസിനസ് അവസരവും ജോലിയുമായി താരതമ്യം ചെയ്യുന്നത്. 9ഓളം പോയിന്റുകളാണ് പ്രധാന വ്യത്യാസങ്ങളായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഫിജിക്കാർട്ട് ബിസിനസ്സും ജോലിയുമായി താരതമ്യം ചെയ്യുന്നതിലെ ആദ്യത്തെ പോയിന്റായിട്ട് വരുന്നതാണ് ബോസ് എന്നത്. ഫിജിക്കാർട്ട് ഒരു ബിസിനസ് അവസരം ആയതിനാൽ ചെയ്യുന്നവർ തന്നെയാണ് അതിൻ്റെ അധികാരി. ഇവിടെ ഒരു ബോസ് ഇല്ല. ഇവിടെ നമ്മളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ ആരുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും അനുസരിച്ച് പ്രവർത്തിക്കാം എന്നതാണ് ഫിജിക്കാർട്ട് ബിസിനസ്സിൻ്റെ ആദ്യത്തെ പ്രത്യേകത. എന്നാൽ നിങ്ങൾക്ക് ജോലിയിൽ നിങ്ങളുടെ മേൽ എപ്പോഴും ഒരു അധികാരി ഉണ്ടായിരിക്കും. അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായി വരുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു എന്നതാണ് ജോലിയിൽ ഉള്ളത്. ഫിജിക്കാർട്ട് ബിസിനസ്സും ജോലിയുമായുള്ള താരതമ്യത്തിൽ വരുന്ന രണ്ടാമത്തെ പോയിന്റാണ് റിസ്ക് ഫാക്ടർ. ഫിജിക്കാർട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ട്രഡീഷണൽ ബിസിനസ്സിൽ ഉള്ളതുപോലെ റിസ്ക് ഇല്ല എന്നതാണ് വലിയ സവിശേഷത. ഇവിടെ നിശ്ചിത സെയിൽസ് വോളിയത്തിന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു. ഇങ്ങനെ നിശ്ചിത സെയിൽസ് വോളിയം വാങ്ങാൻ താല്പര്യമുള്ള വ്യക്തികളിലേക്ക് ഈ ബിസിനസ് എത്തിക്കുന്നു. ഇവിടെ റിസ്ക് മുഴുവനും വരുന്നത് ഷോപ്പ് ഓണർ ആയിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിനാണ്. ഇവിടെ പാർട്ണറായി വരുന്നവർക്ക് റിസ്ക് ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജോലിയിലാണെങ്കിൽ റിസ്ക് കൂടി വരുന്ന കാലമാണ്. സുരക്ഷിതമായ ഒരു തൊഴിൽ മേഖലയായിട്ടാണ് എല്ലാവരും ജോലിയെ കണ്ടിരുന്നത്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ജോലിയിൽ നിന്നും വരുമാനം നിലയ്ക്കുന്നതിനുള്ള അല്ലെങ്കിൽ കുറയുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഡിജിറ്റലൈസേഷൻ്റെയും യന്ത്രമനുഷ്യൻ്റെയും വരവോടുകൂടി ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത് വർക്കിംഗ് പീരീഡിനെ കുറിച്ചാണ്. ഫിജിക്കാർട്ട് ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരുന്ന കാലാവധി കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയാത്തതാണ്. കാരണം ഫിജിക്കാർട്ട് ബിസിനസ് ഇത്ര സമയം പ്രവർത്തിച്ചാൽ മതിയാകും എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇത് പ്രവർത്തിക്കുന്നവരുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും അനുസരിച്ച് 2-3 വർഷമോ അല്ലെങ്കിൽ 3-4 വർഷമോ എടുക്കാവുന്നതാണ്. ചിലപ്പോൾ അതിൽ കൂടുതലും എടുക്കാവുന്നതാണ്. കൃത്യമായിട്ട് കാലാവധി പറയുന്നതിന് ഇതൊരു സെയിൽസ് പ്രൊഫഷനാണ്. ജോലിയിലെ വർക്കിംഗ് ടൈം നോക്കുമ്പോൾ നിങ്ങൾ ലൈഫ് ടൈം കരിയറായിട്ട് അത് ചെയ്യേണ്ടി വരുന്നു. നിങ്ങൾ എന്ന് ജോലി നിർത്തുന്നുവോ അന്ന് മുതൽ വരുമാനവും നിലയ്ക്കുന്നു അല്ലെങ്കിൽ ഇല്ലാതാകുന്നു. ജോലിയിൽ പണി ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് വരുമാനം ലഭിക്കുന്നത്. ഫിജിക്കാർട്ട് ബിസിനസ്സിൻ്റെ പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്ന നാലാമത്തെ പോയിൻ്റാണ് ടൈം ലിവറേജ്.
ഫിജിക്കാർട്ട് ബിസിനസ്സിൽ ടൈം ലിവറേജ് ചെയ്യാൻ സാധിക്കുന്നു. ടൈം ലിവറേജ് എന്ന് വെച്ചാൽ പ്രവർത്തിക്കുന്ന സമയം നമുക്ക് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കൂട്ടാൻ സാധിക്കുന്നു എന്നതാണ്. കാരണം നമ്മളുടെ ടീം ബിൽഡ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രവർത്തന സമയം അതിലൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ഒരു ജോലിയിൽ ടൈം ലിവറേജ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ലൈഫ് ലോങ് ഒറ്റയ്ക്ക് തന്നെ പണിയെടുക്കേണ്ടി വരുന്നു. പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് വരുമാനം കിട്ടുന്നുള്ളൂ. ഫിജിക്കാർട്ട് ബിസിനസ്സും ജോലിയുമായിട്ടുള്ള കമ്പാരിസണിൽ അടുത്ത പോയിൻ്റായിട്ട് വരുന്നതാണ് ടൈം ഫ്രീഡമാണ്. ഫിജിക്കാർട്ടിൻ്റെ അടുത്ത പ്രത്യേകതയാണ് ടൈം ഫ്രീഡം എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നില്ല. കാരണം ഇത് ടീം വർക്കാണ്. അതിനാൽ നിങ്ങൾക്ക് ടൈം ഫ്രീഡം ലഭിക്കുന്നു. ജോലിയിൽ നോക്കുമ്പോൾ ജോലിയിൽ നിങ്ങൾക്ക് ടൈം ഫ്രീഡം ലഭിക്കില്ല. കാരണം നിങ്ങളുടെ സമയം കൊടുത്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് വരുമാനം നേടാൻ സാധിക്കുന്നത്. നിങ്ങൾ എപ്പോൾ വർക്ക് നിർത്തുന്നുവോ അന്നു മുതൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്നില്ല. ഫിജിക്കാർട്ട് ബിസിനസ്സും ജോലിയും തമ്മിലുള്ള താരതമ്യത്തിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിൻ്റായിട്ട് വരുന്നതാണ് പാസീവ് ഇൻകം. ഫിജിക്കാർട്ട് ബിസിനസ്സിൽ നിങ്ങൾക്ക് പാസീവ് ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. ആ ടീം വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതിനെയാണ് പാസീവ് ഇൻകം എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങൾ സെയിൽ ചെയ്യുമ്പോഴും നിങ്ങളുടെ ടീം സെയിൽ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നു. ഇതാണ് പാസീവ് ഇൻകം. എന്നാൽ ജോലിയിൽ നിങ്ങൾക്ക് എപ്പോഴും ആക്റ്റീവ് ഇൻകമാണ് കിട്ടുക. എന്താണ് ആക്റ്റീവ് ഇൻകം? നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നത്. ഇതിനെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. നിങ്ങൾ ജോലിയിൽ 2 മണിക്കൂർ പണിയെടുത്താൽ ആ 2 മണിക്കൂറിൻ്റെ കൂലി കിട്ടുന്നു. 4 മണിക്കൂറാണ് പണിയുന്നതെങ്കിൽ അതിൻ്റെ വരുമാനം ലഭിക്കുന്നു. ഇനി 8 മണിക്കൂറാണ് പണിയുന്നതെങ്കിൽ അതിൻ്റെ വരുമാനം ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ആക്റ്റീവ് ഇൻകം എന്ന് വിളിക്കുന്നത്. ഫിജിക്കാർട്ട് ബിസിനസ്സും ജോലിയും തമ്മിൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ വരുന്ന അടുത്ത പോയിൻ്റാണ് ഏൺ വൈൽ സ്ലീപ്പിംഗ്. ഉറങ്ങുമ്പോഴും വരുമാനം കിട്ടുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഫിജിക്കാർട്ടിൽ അതും സാധ്യമാണ്. നിങ്ങൾ നല്ലൊരു ടീം ബിൽഡ് ചെയ്യാൻ സാധിച്ചാൽ അവർ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും ഒരേ റിസൾട്ട് കിട്ടുന്നതിലാണ് ഉറങ്ങുമ്പോഴും വരുമാനം കിട്ടുമെന്ന് പറയുന്നത്. എന്നാൽ ജോലിയിൽ നിങ്ങൾക്ക് ഉറങ്ങുമ്പോൾ വരുമാനം കിട്ടുന്ന ഒരവസരമില്ല. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ്, നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് വരുമാനം കിട്ടുന്നുള്ളൂ എന്നതുള്ളതിനാൽ നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്നാൽ ജോലിയിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കുന്നില്ല. ഫിജിക്കാർട്ട് ബിസിനസ്സും ജോലിയും തമ്മിലുള്ള കമ്പാരിസണിൽ 8ാമത്തെ പോയിൻ്റായിട്ട് വരുന്നതാണ് മണി ഫ്രീഡം അല്ലെങ്കിൽ അൺലിമിറ്റഡ് ഇൻകം. ഇവിടെ ടീം വർക്ക് ആയതിനാൽ ആ ടീം വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വരുമാനം കൂട്ടാൻ സാധിക്കുന്നതിലൂടെ നിങ്ങൾ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഫിജിക്കാർട്ട് ബിസിനസ്സിൽ നിന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ മണി ഫ്രീഡം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത്. ജോലിയിൽ നിങ്ങൾക്ക് മണി ഫ്രീഡം നേടുന്നതിനുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം നേടുന്നതിനുള്ള സാധ്യത വളരെ പരിമിതമാണ്. കാരണം ഒരു ജോലിക്ക് ഓരോ ശമ്പള പരിധി നിശ്ചയിച്ചിട്ടുള്ളതിനാൽ ആ ശമ്പള പരിധി വിട്ട് വരുമാനം നേടാൻ സാധിക്കില്ല. അതിനാൽ ജോലിയിൽ മണി ഫ്രീഡം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല എന്ന് തന്നെ പറയാം. 9ാമത്തെയും അവസാനത്തെയും പോയിൻ്റായിട്ട് പറയാനുള്ളത് ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഫിജിക്കാർട്ട് ബിസിനസ്സിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ്. കാരണം നിങ്ങൾ ഇവിടെ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ടീം വർക്ക് ചെയ്യുമ്പോഴും കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് കൂടി ലഭിക്കുന്നു എന്നതുകൊണ്ടാണ് ഫിജിക്കാർട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് പറയുന്നത്. ഒരു ജോലി എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയുള്ളത് ആകണമെന്നില്ല. കാരണം ഒരാൾ ഒരു ജോലി നിങ്ങൾക്ക് തരുന്നത് നിങ്ങളെ നന്നാക്കാനാണോ അതോ അവർക്ക് വരുമാനം അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കാനാണോ എന്ന് ചിന്തിച്ചു നോക്കുക. കാരണം ഒരു ജോലി തന്ന സ്ഥാപനം നഷ്ടത്തിലായി അടച്ചുപൂട്ടിയാൽ നിങ്ങൾക്ക് അവർ ശമ്പളം തന്നുകൊണ്ടിരിക്കുകയില്ലല്ലോ. അതിനാൽ ജോലി എപ്പോഴും ജോലി തരുന്നവർക്ക് വേണ്ടിയുള്ള സിസ്റ്റം ആകുന്നു.